ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ പറ്റാവുന്ന രീതിയിലൊക്കെ ഉപദ്രവിക്കുകയും ക്ഷേത്ര സ്വത്തുക്കളും പണവും സ്വർണവുമെല്ലാം അപഹരിക്കുകയുമാണ് ദേവസ്വം ബോർഡുകൾ ചെയ്യുന്നത്. ആണല്ലോ, അതാണല്ലോ ചെയ്യുന്നത്. ആചാരങ്ങൾ ഓരോന്നായിട്ട് ഇല്ലാതാക്കി. ശബരിമലയിലേക്ക് പോണവരിപ്പോ അങ്ങനെ ശരണം വിളിക്കും, പമ്പാസദ്യ ശരണയ്യപ്പ ഉണ്ടോ? ഇല്ല. അവിടെ വിരിവെച്ച് കിടക്കലുണ്ടോ? ഇല്ല, ഒന്നുമില്ല, ഒക്കെ ഇല്ലാണ്ടാക്കി. പിന്നെ ആകെ ഒരു ഗുണമുള്ളത് അറിവില്ലാ പൈതങ്ങളാണ് എന്ന് ഭഗവാനെ എന്ന് വിളിക്കുന്നുണ്ട്. സത്യം, അത് മാത്രമേ ഒരു നല്ല വിളിയില്ല. ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാമോ, ഏതൊക്കെ രീതിയിൽ ഹിന്ദു സമാജത്തെ വഞ്ചിക്കാമോ, അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയി കട്ടിലെ അടക്കം കൊണ്ടുപോയിപ്പോ ബാക്കി പോട്ടെ. അയ്യപ്പസ്വാമി അവിടെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ആര് കണ്ടു? അവിടുത്തെ പഞ്ചലോഹ വിഗ്രഹം അത് തന്നെയാണോ, അല്ല അത് എങ്ങോ എത്തിയോ? ആർക്കറിയാം? നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, കാട്ടുകള്ളന്മാരൊന്നും. കാട്ടിൽ കള്ളന്മാർ ഒത്തുകൂടുമ്പോൾ അത് കാട്ടുകള്ളന്മാരാണല്ലോ. ശബരിമല കാടാണല്ലോ. അതുകൊണ്ട് കാട്ടുകള്ളന്മാരുടെ ഒരു കൂട്ടായി ശബരിമല പോലുള്ള സങ്കേതങ്ങൾ മാറുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്ന വാർത്തകളൊക്കെ ഒരു ഐസ്ബർഗിൻ്റെ അറ്റം പോലെ മാത്രമാണ്. ചെറിയൊരു ടിപ്പ് മാത്രം. ഓരോ ക്ഷേത്രത്തിൻ്റെയും കണക്കുകൾ വരുമ്പോഴാണ് മനസ്സിലാവുക എന്തെല്ലാം കൊള്ളകളാണ് വർഷങ്ങളായി നടന്നിട്ടുള്ളത്. അതിന് ഇന്നത്തെ ഒരു സംവിധാനത്തിൽ സമഗ്രമായ അന്വേഷണം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പൊ അന്വേഷണം നടക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ശക്തമായ ഇടപെടലും നിരന്തരമായ നിരീക്ഷണവും ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിയോഗിക്കപ്പെട്ടതും മറ്റും. അതിന് അത്രയും ജാഗ്രതയുള്ളൊരു സമാജം ഉയർന്നു വന്നാൽ മാത്രമേ ഓരോ ക്ഷേത്രത്തെ സംബന്ധിച്ച് നടക്കുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ശബരിമല തുടങ്ങിയ വലിയ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിൽ മാത്രം അന്വേഷണം ഒതുങ്ങും. പോരാ. ഈ ദേവസ്വം എന്നുള്ള കോൺസെപ്റ്റ് എടുത്തു മാറ്റാൻ കഴിയണം. അതിനെന്താ വേണ്ടത്? അതിന് ഇവിടുത്തെ സമാജത്തിന് ആദ്യം നട്ടലുണ്ടാവണം. വേറൊരു വഴിയില്ല. ക്രിസ്ത്യാനിയുടെ ക്ഷേത്രം പള്ളി ക്രിസ്ത്യാനി നടത്തുമ്പോൾ, മുസ്ലിമിൻ്റെ ആരാധനാലയം മുസ്ലിം നടത്തുമ്പോൾ, ഹിന്ദുവിൻ്റെത് ഹിന്ദു നടത്തണം എന്നുള്ള സാമാന്യമായ നീതിബോധം സമാജത്തിൽ വളരണം. ആ ഇച്ഛാശക്തി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഈ ദേവസ്വം ഭരണം എന്നുള്ളത് ഇല്ലാതാക്കിക്കണം. ഏതായാലും എല്ലാവരും അതിലൊരു മനസ്സാവുക. ഏറെ താമസിക്കാതെ അത് സാക്ഷാത്കരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം ഭാരതത്തിൽ വിവിധങ്ങളായ പരിഷ്കരണങ്ങൾ സമീപ കാലഘട്ടങ്ങളിൽ വന്നതിൽ കൂട്ടായ സന്യാസിമാരുടെ സങ്കല്പത്തിനും നിർദ്ദേശത്തിനും വലിയ സ്ഥാനവും പങ്കുമുണ്ട്. നിങ്ങൾ അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം. ഇപ്പം ഭാരതത്തിൻ്റെ ഇപ്പോഴുള്ള ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലുള്ള കുതിച്ച് കയറ്റത്തിന് പിന്നിൽ തന്നെ സന്യാസിമാരുടെ സങ്കല്പങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. 2013 പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിൽ 2013 അന്ന് ഒട്ടനവധി സാമ്പത്തിക തിരിമറികളുടെ കോടിക്കണക്കിന് 2G സ്പെക്ട്രം അടക്കമുള്ള അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി ക്ലേശിക്കുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയായിരുന്നു. അണ്ണാ ഹസാരെയുടെയും മറ്റു നേതൃത്വത്തിലുള്ള ഉപവാസവും മറ്റും ഓർമ്മിക്കുക. ആ സാഹചര്യത്തിൽ സന്യാസിമാര് ആ കുംഭമേളയിൽ വെച്ച് ഐകകണ്ഠ്യേന 10,000 സന്യാസിമാർ ഒത്തൊരുമിച്ച് പറഞ്ഞു, എല്ലാ മണ്ഡലേശ്വരന്മാരും ചേർന്നിട്ട്
ഇതിൽ മാറ്റം വന്നേ മതിയാവും. ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കും. ഗുജറാത്ത് മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാക്കണം എന്ന് 2013 കുംഭമേളയിൽ 14 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നത്. എങ്കിൽ അതേ സന്യാസിമാരുടെ ദേശീയ യോഗം ഈ 9-10 തീയതികളിൽ ദില്ലിയിൽ പല അജണ്ടകളുണ്ട്. 9-10 തീയതികളിലാണ്. അതിലൊന്നാമത്തെ അജണ്ട ക്ഷേത്രങ്ങളെ സർക്കാർ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് സമാജത്തിന്റെ മൊത്തം ഇച്ഛാശക്തി വന്നാൽ തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തേണ്ടതാണ്. ചില ദേവസ്വം രൂപീകരണങ്ങളിൽ രാജാക്കന്മാരും ഗവൺമെന്റുമായിട്ടുള്ള കവനന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതിയുടെ ചില ഇന്റർവെൻഷനുകൾ ആവശ്യമായി വരും. അതൊട്ടും പ്രയാസം ഉണ്ടാവില്ല, അതും നടക്കും. ഏതായാലും നമ്മൾ ശുഭമായി സങ്കല്പിക്കുന്നു. എന്നിട്ടും ക്ഷേത്ര വരുമാനം ദിനംപ്രതി വർദ്ധിക്കുന്നത് നേരെയാക്കാൻ എന്താണ് ഒരു വഴി? ഇത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരു ക്ഷേത്രത്തിലും പോയി പൈസ കിട്ടുന്നില്ല. ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ നാട്ടിൽ കമ്മിറ്റിക്കാർ നടത്തുന്ന ക്ഷേത്രങ്ങൾ, നാട്ടുകാർ നടത്തുന്ന ക്ഷേത്രങ്ങൾ, നാട്ടിൽ ട്രസ്റ്റുകൾ നടത്തുന്ന ക്ഷേത്രങ്ങൾ, ഭക്തജന കമ്മിറ്റി നടത്തുന്ന ക്ഷേത്രങ്ങൾ, അവിടെ പോയി പൈസ ഇടൂ. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, ഭഗവാനെ നീ ദേവസ്വം ബോർഡിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക. ഭണ്ഡാരത്തിൽ ശബരിമലയിൽ പോകുന്നവർ എഴുതിയിടുക. അപ്പോൾ കുറേ പേര് ഇവിടെ ശബരിമലയിൽ പോകുന്നവരുണ്ട്. ഒരു കഷ്ണം കടലാസിൽ സ്വാമിയെ ശരണയ്യപ്പ, അത് ഭണ്ഡാരത്തിൽ പൈസ ഇട്ടേക്കരുത്. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഓം നമോ നാരായണായ ഒരു കടലാസിൽ എഴുതിയിട്ട് ഭണ്ഡാരത്തിൽ ഇട്ടേക്കരുത്. അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്ത് രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം. ദേവസ്വം അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ട് കൊല്ലങ്ങളായി. എത്ര കൊല്ലമായി എന്ന് വിവരാവകാശം അനുസരിച്ച് ചോദിച്ചു നോക്കുക, അപ്പോൾ വിവരം അറിയും. അത്ര കൊല്ലങ്ങളായി ഓഡിറ്റിംഗ് നടന്നിട്ട് പിന്നെ വീണ്ടും കൊണ്ടുവിടണം. എന്തിനാ പണം? ഇത് ഭഗവാൻ എടുക്കണത് ഈശ്വരനാ, അല്ല ദേവസ്വം ബോർഡോ? ഭഗവാൻ എന്നുള്ള പണമൊന്നും ആവശ്യമില്ല. നടത്തിപ്പിനാണ് പണം. നടത്തിപ്പ് ശരിയായ ദിശയിലല്ലെങ്കിൽ പിന്നെ ഇതിനതിന് കൊടുക്കണത്? ചിന്തിക്കുക. ഇവിടുത്തെ സമാജം ഒരു തീരുമാനം എടുത്താൽ മതി. പക്ഷെ ഇവിടുത്തെ സമാജത്തിന്റെ ചിന്ത എന്താ? അയ്യോ, ഈ മഹാഭാവി ചിദാനന്ദപുരി സ്വാമിയുടെ പ്രഭാഷണം കേട്ടതിന് പരിഹാരമായിട്ട് ഭഗവാനെ ഒരു ഉറുപ്പ്യം കൂടി അധികം ഇടാം. അവിടെ എത്തിയിട്ടുള്ളൂ നമ്മള്. ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ പറ്റാവുന്ന രീതിയിലൊക്കെ ഉപദ്രവിക്കുകയും ക്ഷേത്ര സ്വത്തുക്കളും പണവും സ്വർണവും എല്ലാം അപഹരിക്കുകയുമാണ് ദേവസ്വം ബോർഡുകൾ ചെയ്യുന്നത്. അതേ ചോദ്യമാണ്. എന്നിട്ടും ക്ഷേത്ര വരുമാനം ദിനംപ്രതി വർദ്ധിക്കുന്നു. നേരെയാക്കാൻ എന്താണ് ഒരു വഴി? ഇടാതിരിക്കുക എന്നുള്ള തന്നെ വഴിയുള്ളൂ, വേറൊന്നുമില്ല. ഈ ഒരു സങ്കല്പത്തിന് ദേവസ്വം ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ദേവസ്വം സംവിധാനം വിരുദ്ധമാണ് എല്ലാ ചിന്തകൾക്കും എന്ന് മനസ്സിലാക്കുക. എല്ലാ ചിന്തകൾക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സർക്കാർ ക്ഷേത്രത്തിൽ ഇടപെടുന്ന രീതി ആരംഭിച്ചത്? എന്നാണ് ആരംഭിച്ചത്? എന്നാണ് 1811 1810 തിരുവിതാംകൂറിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനികമായി സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ആ സൈനിക സഹായത്തിന് പകരമായിട്ട് അക്കാലത്തെ ലക്ഷക്കണക്കിന് റുപ്യ അവർ ആവശ്യപ്പെട്ടു. 7 ലക്ഷത്തി ചില്ലറ മറ്റു രൂപയാണ് അക്കാലത്തെ. 1910 7 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണ്? പണമില്ല. അപ്പോഴാണ് കേണൽ മൺറോ ഉപദേശം കൊടുക്കുന്നത്, വരുമാനമുള്ള ക്ഷേത്രങ്ങളെ പിടിച്ചടക്കിയാൽ മതി. 1911 കേണൽ മൺറോ തിരുവിതാംകൂറിന്റെ റീജന്റ് ദിവാനായി. ആദ്യം ചെയ്ത പരിഷ്കരണമാണ് വരുമാനമുള്ള ക്ഷേത്രങ്ങളെ നിയന്ത്രണത്തിലാക്കിയത്. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടൻ നേരിട്ട് ഭരണം ഏറ്റെടുത്തു. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് നേരിട്ട് ബ്രിട്ടൻ ഭരണം ഏറ്റെടുത്തു. ഇത് ലാഭകരമായൊരു പദ്ധതിയാണെന്ന് അറിഞ്ഞ ബ്രിട്ടൻ ആദ്യമായിട്ട് മദ്രാസ് പ്രോവിൻസിന്റെ ഭാഗമാണല്ലോ മലബാർ സ്റ്റേറ്റ് ഒക്കെ, ഓർമ്മിക്കുക, മലബാർ ഡിസ്ട്രിക്ട്, മലബാർ സ്റ്റേറ്റ് അല്ല, മലബാർ ഡിസ്ട്രിക്ട്. അപ്പോൾ മദ്രാസ് പ്രോവിൻസിലാണ് ആദ്യമായിട്ട് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പാസ്സാക്കിയത്. എല്ലാ മതസ്ഥാപനങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ആക്ട് ആയിരുന്നു അത്. ഇവിടുത്തെ മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തു. ഒറ്റക്കെട്ടായിട്ട്. ഹിന്ദു കാ മാ മിണ്ടിയില്ല. എന്ത് സംഭവിച്ചു? റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പിൻവലിച്ചു. തൽസ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പാസ്സാക്കി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഭരണത്തിൽ ക്ഷേത്രമാവുന്നത്. വലിയ വരുമാനമുള്ള പദ്ധതിയായി കണ്ടപ്പോൾ കൽക്കട്ടയിൽ രണ്ടാമത്തേത് തുടങ്ങി, മൂന്നാമത്തേത് മുംബൈ പ്രോവിൻസ് തുടങ്ങി, നാലാമത് സെൻട്രൽ പ്രോവിൻസ് തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയും ക്ഷേത്രഭരണം സർക്കാരിന്റെ അധീനത്തിലായി. പിന്നീട് ഭരണ നിർവഹണത്തിന് വേണ്ടി നേരിട്ട് ഗവൺമെന്റ് ഭരിക്കുന്നതിനുള്ള വിഷമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിയമത്തിൽ ഭേദഗതി വരുത്തി ബോർഡുകൾ രൂപപ്പെടുത്തി. ആ ബോർഡുകളൊക്കെ HRNC ബോർഡുകളായിരുന്നു. HRNC ബോർഡുകൾ ആരംഭിച്ചു. പിന്നീട് HRNC ബോർഡിൽ 1920കളിൽ സമഗ്രമായ മാറ്റം വരുത്തി. പുതുതായി ക്ഷേത്രങ്ങളെ പിടിച്ചടക്കാനുള്ള എല്ലാ വകുപ്പുകളും ചേർത്തുകൊണ്ട് ഉണ്ടാക്കി. 1947 ഭാരതം വിഭജിക്കപ്പെട്ടു. ഓഗസ്റ്റ് 14-ാം തീയതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും രൂപപ്പെട്ടു. ബാക്കി സ്ഥാനങ്ങളെല്ലാം ചേർന്ന് ബ്രിട്ടീഷ് ഇന്ത്യ പ്ലസ് 600 ജില്ലാ നാട്ടുരാജ്യങ്ങൾ. ഈ നാട്ടുരാജ്യങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടന്റെ അധീശത്വത്തെ കപ്പം കൊടുത്ത് അംഗീകരിച്ചവരായിരുന്നു. റീജൻസി ആയിരുന്നു അധികവും. അധികാരിമാർ മാറിയിരുന്നു. കസേരയിൽ വെള്ളക്കാർ പോയി, പകരം വേറെ വെള്ളക്കാരിരുന്നു. അത്രയേ തുടർന്നു. വർഷങ്ങൾ കഴിഞ്ഞു. 1949 നവംബർ 26-ാം തീയതി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചു. ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക്കായി, യൂണിയനായി. പ്രത്യേകം ശ്രദ്ധിക്കുക, യൂണിയനായത് പല കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നത് പോലെ ഫെഡറൽ അല്ല. ഭാരതത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഘോരഘോരം പ്രസംഗിക്കുന്നത് കേൾക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ ഇലക്ഷൻ സമയത്ത് ഒന്ന് ചോദിക്കുക, എവിടെ ഭാരതത്തിന്റെ ഫെഡറൽ സംവിധാനമുള്ളതെന്ന് കാണിച്ചൊരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്ത് പോലും ഫെഡറൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് യൂണിയനാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആണ് ഫെഡറൽ സംവിധാനമുള്ളത്. ഫെഡറൽ സംവിധാനമുള്ളത് അമേരിക്കയിലാണ്, USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവിടെയൊക്കെ ഫെഡറലാണ്. അവിടെ ഓരോ രാജ്യത്തും രാജാവുണ്ട്. എവിടെ? UAE. അതിന് മൊത്തം പട്ടാളം, ഒരു പ്രസിഡന്റ്, അത്രയേ ഉള്ളൂ. പക്ഷെ രാജാവ് പ്രത്യേകമാണ്. നമുക്കിവിടെ രാജാവില്ല. ചിന്തിക്കുക, ഫെഡറൽ അല്ല, ഇത് യൂണിയനാണ്. എന്നാലെങ്കിലും ഒരു മതവിഭാഗത്തിനോട് മാത്രമുള്ള ഈ അനീതി നിർത്തണ്ടേ? പോട്ടെ, സാരമില്ല. കാലം വീണ്ടും മുന്നോട്ട് പോയി. ഇവിടെ ഒരു പ്രതിപക്ഷമില്ലാത്ത സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെയും ഹൗസ് അറസ്റ്റിലായിരുന്ന സമയത്ത്, പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഹൗസ് അറസ്റ്റിലാണ്. ആ സമയത്ത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യ അഥവാ ഭാരതം സെക്കുലറായി. ശ്രദ്ധിക്കണം, അംബേദ്കറെ പോലെ
എത്ര വലിയ നിയമവിദഗ്ധർ, അംബേദ്കറെ പോലെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പട്ടേൽ തുടങ്ങിയ പ്രഗത്ഭന്മാരടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ സുദീർഘമായി ചർച്ച ചെയ്തുണ്ടാക്കിയ നമ്മുടെ ഭരണഘടനയിൽ സെക്യുലർ എന്നൊരു വാക്ക് അവരെഴുതിയിട്ടില്ല. മറിച്ച് ഇവിടെ ഒരു ഓപ്പോസിഷൻ ഇല്ലാത്ത സമയത്ത്, പ്രതിപക്ഷമില്ലാത്ത സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ജനസംഘമായാലും ജനതാ പാർട്ടി ആയാലും എല്ലാ ദ്രാവിഡ മുന്നേറ്റ കഴകമായാലും എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ജയിലിലായിരുന്ന സമയത്ത്, ആ സമയത്താണ് സെക്യുലർ എന്നുള്ളൊരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ തിരികെ കയറ്റിയത്. ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്. ശരി, സെക്യുലർ ആയല്ലോ, ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മതസ്ഥാപനം സർക്കാർ നിയന്ത്രണത്തിൽ പറ്റുമോ? പക്ഷേ ഇന്നും അതേ അനീതി തുടരുന്നു. ഈ അനീതി ഇല്ലാതാക്കണം. ഇത് ഡെമോക്രസിയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾക്കും മൂല്യങ്ങൾക്കും എതിരാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. ഡെമോക്രസിയുടെ അടിസ്ഥാന തത്വം ഏത് തലത്തിലുള്ള ഭരണമായാലും തുല്യ ജനപ്രാതിനിധ്യം എന്നുള്ളതാണ് ഡെമോക്രസിയുടെ ഒരു പ്രധാന തത്വമാണ്. ഇപ്പോൾ കണ്ണൂർ നിങ്ങൾ ഒരു കോർപ്പറേഷൻ ആണെങ്കിൽ ആ കോർപ്പറേഷനിലെ പരിധിയിലുള്ള എല്ലാവർക്കും വോട്ടവകാശം ഉള്ളവർക്കൊക്കെ അവിടെ പ്രാതിനിധ്യമുണ്ട്, ചെയ്താലും ചെയ്തില്ലെങ്കിലും. അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തം ഭരണത്തിൽ 140 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണെങ്കിൽ ആ 140ലും വോട്ടവകാശമുള്ളവർക്ക് തുല്യമായി വോട്ട് ചെയ്യാനും അപ്പൊ ജനപ്രാതിനിധ്യം അവിടെയുണ്ട്. എന്നാൽ ദേവസ്വത്തെ സംബന്ധിച്ച് സ്റ്റേറ്റിലുള്ള ഹിന്ദു MLA-മാരാണ് ദേവസ്വം ബോർഡിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത്. ഇത്രയും വ്യക്തമാണല്ലോ. ആണ്. ഇപ്പൊ മലപ്പുറം ജില്ലയുടെ വിഷയം എടുക്കുക. മലപ്പുറം ജില്ലയിൽ എത്ര ഹിന്ദു MLA-മാരുണ്ട്? 2. അടുത്ത തെരഞ്ഞെടുപ്പിൽ എത്ര ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് പറയാമോ. ഇപ്പൊ 2. അപ്പോൾ 11 മറ്റോ MLA-മാരുള്ള ജില്ലയിൽ 11 12 എന്നറിയില്ല, 2 ഉള്ളൂ ഹിന്ദു. അപ്പോ അവിടെ ജനപ്രാതിനിധ്യം വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതേ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് മറ്റു ജില്ലകളുടെ സ്ഥിതി? കാരണം ഇവിടുത്തെ ഹിന്ദു വീടുകളിൽ മാക്സിമം 1 കുട്ടിയാണ്, പോട്ടെ ഏറ്റവും കൂടിയ 2 കുട്ടിയാണ്. ഈ 2 കുട്ടികൾ അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലൊക്കെ പോയി കഴിഞ്ഞ്, യൂറോപ്പിലോ പോയി കഴിഞ്ഞാൽ അവിടെ സെറ്റിൽ ചെയ്യാണ്. കാരണം ഭാരതത്തിലേക്ക് വരാൻ ഇഷ്ടമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആകെ 2 കുട്ടികളേ ഉള്ളൂ, ഉള്ളത് തന്നെ എവിടെയും പോയി, ഇവിടെ ഇല്ല. ഇതാണ് സ്ഥിതി. അപ്പൊ എന്തായിരിക്കും ഇവിടുത്തെ നാളത്തെ ആ വോട്ടേഴ്സ് റേഷ്യോ? അത്യപകടകരമായ ഭാവിയാണ് മുന്നിൽ നിൽക്കുന്നത്. ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ജാഗ്രതയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് വോട്ടവകാശം വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ അപകടകരമാണ്. ആർക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ CPM-ന് ചെയ്യണം, നിങ്ങൾ CPI-ക്ക് ചെയ്യണം, നിങ്ങൾ BJP-ക്ക് ചെയ്യണം, നിങ്ങൾ കോൺഗ്രസിന് ചെയ്യണം, ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഹിന്ദുവെ അപമാനിക്കുന്ന, വഞ്ചിക്കുന്നവർക്ക് എൻ്റെ വോട്ടില്ല എന്ന് പറയാൻ സാധിക്കണം. സാധിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ നാളെ നമുക്ക് അസ്തിത്വം ഇല്ല.